ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്ത് 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 വന്ദേ ഭാരത് ട്രെയിനുകളും പുതുതായി സർവീസ് ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് നാളെ. ശിവഗിരിയിൽ 91ാമത് തീർത്ഥാടനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർത്ഥാടന സമ്മേളനം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ വിജയകരമായി യാത്ര തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം മുംബൈയിൽ അല്പസമയത്തിനകം നടക്കും. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 16,000 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. നവീകരിച്ച അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അയോധ്യയിലെ റെയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 2,300 കോടി രൂപയുടെ 3 റെയിൽവേ പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ 240 കോടി രൂപ ചെലവിലാണ് 3 നിലകളിലായി അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചത്. ദിവസേന 1 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സ്റ്റേഷനിൽ ലിഫ്റ്റുകൾ, ഫുഡ് പ്ലാസകൾ, പൂജാ ആവശ്യങ്ങൾക്കുള്ള കടകൾ തുടങ്ങി എല്ലാ ആധുനിക സൌകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 1,450 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അയോധ്യ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന് നവീകരിച്ച 4 റോഡുകളുടെ ഉദ്ഘാടനവും 2,180 കോടിയിലധികം രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന ഗ്രീൻഫീൽഡ് ടൌൺഷിപ്പിന്റെ തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. രാജ്യത്ത് 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകൾ ദക്ഷിണ റെയിൽവേയുടെ കീഴിലാണ്. കോയമ്പത്തൂർ ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് 380 കിലോമീറ്റർ ദൂരം 6 മണിക്കൂർ 30 മിനിറ്റിനുള്ളിൽ യാത്ര പൂർത്തിയാക്കും. ഉത്തർപ്രദേശിലെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് സംസ്ഥാന സർക്കാർ ഊഷ്മള സ്വീകരണം നൽകി. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. വിമാനത്താവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ശീതകാല സമ്മേളനം അവസാനിച്ചതിന് പിന്നാലെ പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. 17ാം ലോക്സഭയുടെ 14ാം സമ്മേളനവും രാജ്യസഭയുടെ 262ാമത് സമ്മേളനവും ഡിസംബർ 4-നാണ് ആരംഭിച്ചത്. 21-ന് രാജ്യസഭ പിരിഞ്ഞു. നിരവധി സുപ്രധാന ബില്ലുകൾ സമ്മേളനത്തിൽ പാസാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 5 ദിവസം നീണ്ട റഷ്യൻ സന്ദർശനത്തിന് ഇന്നലെ സമാപനമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻട്രോ തുടങ്ങി വിവിധ നേതാക്കളുമായി അദ്ദേഹം സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ച നടത്തി. ഇൻഡോ പസഫിക് മേഖല, യുക്രൈൻ, ഇസ്രായേൽ ഗാസ സംഘർഷം, ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണം എന്നീ വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്തു. രാജസ്ഥാനിൽ ഇന്ന് മന്ത്രിസഭാ വികസനം നടക്കും. ഉച്ചകഴിഞ്ഞ് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് മിശ്ര നിയുക്ത മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മഹാരാഷ്ട്രയിൽ 129 കൊറോണ വൈറസ് കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 479ആയി. 10 പേരാണ് JN1 വകഭേദം ബാധിച്ച് ചികിത്സയിലുള്ളത്. 2024 ഔദ്യോഗിക സർക്കാർ കലണ്ടർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് പുറത്തിറക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ ശ്രീ ഠാക്കൂർ കലണ്ടർ പ്രകാശനം ചെയ്യും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ശിവഗിരിയിൽ 91ാം തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അനാചാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രവർത്തിക്കുന്നതിനാണ് നവോത്ഥാനമെന്ന് പറയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ജാതിചിന്ത വെടിഞ്ഞ് മാനവികതയിലൂന്നിയ ഐക്യബോധം ഊട്ടിയുറപ്പിക്കുന്നതിനാണ്
ശിവഗിരി തീർത്ഥാടനത്തിന് ശ്രീനാരായണ ഗുരു അനുവാദം നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് നടക്കുക. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. ഇന്ന് തൃശൂരിൽ പുതുക്കാട് തൃക്കൂർ പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വാമനപുരം, പുളിമാത്ത് ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. ആലപ്പുഴ ജില്ലയിൽ ചിങ്ങോലി, ചേപ്പാട് പഞ്ചായത്തുകളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്നെത്തും. കോട്ടയം ജില്ലയിൽ മരങ്ങാട്ടുപള്ളി, കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തുകളിലും കണ്ണൂരിൽ മട്ടന്നൂർ നഗരസഭയിലും ബോധവൽക്കരണ പരിപാടികൾ നടക്കും. കൊല്ലം ജില്ലയിൽ ഇന്ന് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ പര്യടനം ആരംഭിക്കും. ഒഡീഷയിൽ ജനകീയ പ്രസ്ഥാനമായി മാറി കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പയാത്ര. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഒഡീഷയിലെ പര്യടനത്തിന് വൻ ജനസ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 45 ദിവസങ്ങൾക്കുള്ളിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി 1 കോടിയിലധികം ആളുകളിലാണ് യാത്ര എത്തിച്ചേർന്നത്. ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി ആഴിയിൽ അഗ്നി പകരുന്നതോടെ 18ാം പടി കയറാൻ ഭക്തർക്ക് അനുമതി ലഭിക്കും. ജനുവരി 15-നാണ് മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46-ന് മകരസംക്രമ പൂജ നടക്കും. സുകന്യ സമൃദ്ധി ഉൾപ്പെടെ 2 ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. സുകന്യ സമൃദ്ധിയുടെ പലിശ നിരക്ക് 8% നിന്ന് 8.2%ആക്കിയും 3 വർഷ നിക്ഷേപ പദ്ധതിയുടെ പലിശ 7% നിന്ന് 7.1%ആക്കിയുമാണ് വർദ്ധിപ്പിച്ചത്. 2024 ജനുവരി മാർച്ച് പാദത്തിലേക്കാണ് വർധന. മറ്റെല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെയും പലിശ നിരക്കിൽ മാറ്റമില്ല. ഗാന്ധിനഗറിൽ നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ന് നിർവഹിക്കും. ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ചടങ്ങ്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് വിവിധ സംസ്ഥാനങ്ങളിലെ റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെയും ബാധിച്ചു. വിശദാംശങ്ങളിലേക്ക്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ചില മേഖലകളിൽ ഇന്നും കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രാജസ്ഥാന്റെ വടക്കൻ ഭാഗങ്ങളിലും ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിന്റെ താഴ്ന്ന മേഖലകളിലും മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ അടുത്ത 4 ദിവസം താപനില 7 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും കാലാവസ്ഥാ ഏജൻസി പ്രവചിക്കുന്നു. റോഡ്, റെയിൽ, വിമാന ഗതാഗത സർവീസുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂടൽമഞ്ഞ് രാജ്യ തലസ്ഥാനത്ത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. ദിവസങ്ങളായി തുടരുന്ന പുകമഞ്ഞ് ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്. വായു മലിനീകരണ തോതും വർദ്ധിച്ചു. ഡൽഹിയിലേക്കുള്ള 11 ട്രെയിനുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. വടക്കേ ഇന്ത്യയിൽ ജനുവരി പകുതിയോടെ മാത്രമേ താപനിലയിൽ കാര്യമായ വർധനവ് ഉണ്ടാകൂ എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കാനഡ ആസ്ഥാനമായുള്ള ഖലിസ്ഥാൻ നേതാവ് ലഖ്ബീർ സിംഗ് ലാൻഡയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭീകരനായി പ്രഖ്യാപിച്ചു. 2021 മൊഹാലിയിലെ പഞ്ചാബ് പോലീസ് ഇന്റലിജൻസ് ആസ്ഥാനത്ത് റോക്കറ്റ് ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി മന്ത്രാലയം വിജ്ഞാപനത്തിൽ പറഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് അർജന്റീന പിന്മാറുന്നതായി പ്രസിഡന്റ് ഹാവിയർ മിലേയ്. ബ്രിക്സ് അംഗങ്ങളായ ചൈന, റഷ്യ, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെ ഇക്കാര്യം കത്തിലൂടെ അറിയിച്ചതായും അർജന്റീനിയൻ മാധ്യമങ്ങൾ പറഞ്ഞു. യുക്രൈനിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ റഷ്യയ്ക്ക് രൂക്ഷ വിമർശനം. US, ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രക്ഷാസമിതി അംഗങ്ങൾ അക്രമത്തെ അപലപിച്ചു. യുക്രൈനിൽ ഇന്നലെ പുലർച്ചെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെടുകയും 160-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റഷ്യ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിലെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണിതെന്ന് ഉക്രൈൻ വിശേഷിപ്പിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്ത് 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 വന്ദേ ഭാരത് ട്രെയിനുകളും പുതുതായി സർവീസ് ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് നാളെ. ശിവഗിരിയിൽ 91ാം തീർത്ഥാടനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തീർത്ഥാടന സമ്മേളനം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ വിജയകരമായി തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം മുംബൈയിൽ അല്പസമയത്തിനകം നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.